പരിശീലക സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങി ഇവാൻ വുക്കമനോവിച്ച്. 2023-24 സീസൺ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സെമി കാണാതെ പുറത്തായി ഒരാഴ്ചക്കുള്ളിലാണ് മുഖ്യ പരിശീലകനുമായി വേർപിരിഞ്ഞുകൊണ്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് FC-യുടെ ഔദ്യോഗിക പ്രഖ്യാപനം എത്തിയിരിക്കുന്നത്. പരസ്പര ധാരണയോടെയാണ് ഇവാനുമായി വേർപിരിഞ്ഞതെന്നാണ് ക്ലബ് പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിലുള്ളത്. എന്നോട് ചോദിച്ചില്ലേ എനിക്ക് ഈ ഭൂമിയിൽ ആരെ ഏറ്റവും ഇഷ്ടമെന്ന്? ആരും കൂടുതലില്ലായിരുന്ന സമയത്ത് കൂട്ടുവന്നവനാണ് നീ. എനിക്ക് ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടം തന്നെയല്ല. 2021-22 സീസണ് മുന്നോടിയായി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലക സ്ഥാനം ഏറ്റെടുത്ത ഇവാൻ വുക്കമനോവിച്ചിന് 2024-25 സീസൺ അവസാനം വരെയാണ് ക്ലബ്ബുമായി കരാറുണ്ടായിരുന്നത്. എന്നാൽ കരാർ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപേ ക്ലബ്ബുമായി അദ്ദേഹം വേർപിരിയുകയാണ്. മഞ്ഞപ്പട ആരാധകർക്ക് വലിയ ഞെട്ടൽ സമ്മാനിക്കുന്ന വാർത്തയാണിത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലക സ്ഥാനം ഏറ്റെടുത്ത 2021-22 സീസണിൽ ടീമിനെ ISL ഫൈനലിൽ എത്തിച്ച ഇവാൻ വുക്കമനോവിച്ച് പിന്നീടുള്ള 2 സീസണുകളിലും ടീമിനെ പ്ലേ ഓഫിലെത്തിച്ചു. 2022-23 സീസണിലും 2024 സീസണിലും പ്ലേ ഓഫ് എലിമിനേറ്ററിൽ തോറ്റാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തായത്. കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിക്കാരേക്കാൾ ആരാധകരുണ്ടായിരുന്ന പരിശീലകൻ കൂടിയാണ് ഇവാൻ വുക്കമനോവിച്ച്. ക്ലബിനെ തുടർച്ചയായ 3 സീസണുകളിൽ പരിശീലിപ്പിക്കുന്ന ഏക പരിശീലകനും ഏറ്റവും കൂടുതൽ വിജയങ്ങൾ നേടിക്കൊടുത്ത പരിശീലകനുമാണ് അദ്ദേഹം. അടുത്ത സീസണിലേക്കുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് FC-യുടെ ഒരുക്കം ആരംഭിച്ചതായി റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ഈ വിവാദ പ്രസ്താവനയും വന്നത്. അടുത്ത സീസണിലേക്കുള്ള ടീമിനെ തയ്യാറാക്കുന്ന തിരക്കിലേക്ക് കൊച്ചി ക്ലബിന്റെ മാനേജ്മെന്റ് തിരിഞ്ഞിരുന്നു എന്നായിരുന്നു ആ വാർത്ത. അതിന്റെ ഏറ്റവും വലിയ നീക്കം ഒരു വിദേശ ലെഫ്റ്റ് വിംഗറിനെ ടീമിലെത്തിച്ചു എന്നതായിരുന്നു. താരവുമായി ചർച്ചകൾ പൂർത്തിയായെന്നും പ്രതിഫലത്തിൽ ധാരണയായെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ISL ഫുട്ബോളിൽ FC ഗോവയ്ക്ക് വേണ്ടി കളിച്ചിരുന്ന താരത്തെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FC റാഞ്ചിയിരിക്കുന്നത്. 2022 ജൂലൈയിൽ FC ഗോവയിൽ എത്തിയ മൊറോക്കൻ ലെഫ്റ്റ് വിംഗ് നോഹ സദൌയിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FC-യിലേക്ക് എത്തുക. എന്നാൽ ഇക്കാര്യം ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. 3 കോടി രൂപയാണ് പ്രതിഫലമായി നോഹ സദൌയിക്ക് നൽകുക എന്നാണ് റിപ്പോർട്ട്. 3 വർഷത്തേക്കാണ് കരാർ എന്നും സൂചനയുണ്ട്. ആദ്യം 2 വർഷത്തേക്കും പിന്നീട് 1 വർഷം ദീർഘിക്കുന്ന തരത്തിലുമാണ് കരാറുള്ളത്. ടാക്സ് ഉൾപ്പെടെയുള്ള പ്രതിഫലമാണ് 3 കോടി രൂപ. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ കഴിഞ്ഞ സീസണിൽ കളിച്ച ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് നോഹ സദൌയി എന്ന് ചെന്നൈയിൻ FC മുഖ്യ പരിശീലകൻ ഓവൻ കോയിൻ പറഞ്ഞിരുന്നു. 2023-24 സീസണിൽ 22 മത്സരങ്ങളിൽ 11 ഗോളും 5 അസിസ്റ്റും നോഹ സദൌയി ISL-ൽ FC ഗോവയുടെ ജേഴ്സിയിൽ നടത്തി. 2024 മെയ് 31 വരെയാണ് നോഹ സദൌയിക്ക് FC ഗോവയിൽ കരാറുള്ളത്. ആകെ 30 മത്സരങ്ങളിൽ നിന്ന് 18 ഗോളും 7 അസിസ്റ്റും നോഹ സദൌയി FC ഗോവയൻ ജേഴ്സിയിൽ നടത്തി. ISL പ്ലേ ഓഫ് എലിമിനേറ്ററിൽ അടക്കം ഗോൾ നേടാനും 30-കാരനായ ഈ ലെഫ്റ്റ് വിംഗറിന് സാധിച്ചിട്ടുണ്ട്. അതേസമയം 2023-24 സീസണിന്റെ ആദ്യ പകുതിയിൽ ഉജ്ജ്വല ഫോമിലായിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടാം പകുതിയിൽ ദയനീയ ഫോമിലേക്ക് വീഴുകയായിരുന്നു. പ്രധാന താരങ്ങളിൽ പലരും പരിക്കേറ്റ് പുറത്തായതാണ് മഞ്ഞപ്പടയ്ക്ക് തിരിച്ചടിയായത്. 2024 കലണ്ടർ വർഷം ടീമിന്റെ പ്രകടനങ്ങൾ ദയനീയമായതോടെ ഇവാനെതിരെ വിമർശനങ്ങൾ ശക്തമായിരുന്നു. എങ്കിലും അടുത്ത സീസണിലും അദ്ദേഹം ക്ലബിനൊപ്പം ഉണ്ടാകുമെന്നായിരുന്നു കരുതപ്പെട്ടിരുന്നത്. എന്നാൽ ISL സീസണിൽ പൂർത്തിയാകും മുൻപ് തന്നെ ഇവാൻ ക്ലബ്ബ് വിടുന്ന വാർത്ത ആരാധകരെ തേടിയെത്തി. ക്ലബ്ബും ഇവാൻ വുക്കമനോവിച്ചും തമ്മിൽ പിരിയുന്നതിനെക്കുറിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കാരോലിസ് കിൻകിസ് പറയുന്നത് ഇങ്ങനെ: ടീമിന്റെ വളർച്ചയ്ക്കായി കഴിഞ്ഞ 3 വർഷം ഇവാൻ വുക്കമനോവിച്ച് ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം ഇക്കാലയളവിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷവുമുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇവാൻ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നുവെന്നും അദ്ദേഹം കുറിച്ചു. ക്ലബ്ബും ഇവാനും തമ്മിൽ പിരിയുന്നതിനെക്കുറിച്ച് ഡയറക്ടർ നിഖിലിന്റെ വാക്കുകൾ ഇങ്ങനെ: ക്ലബിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രസക്തമായ തീരുമാനങ്ങളിൽ ഒന്നാണിത്. ആദ്യ ദിവസം മുതൽ എനിക്ക് ഇവാനുമായി വളരെ അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹവുമായുള്ള ഈ വേർപിരിയൽ ഞാൻ ഖേദിക്കുന്നു. പക്ഷേ ക്ലബിന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഇതാണ് ശരിയായ തീരുമാനമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലബിനായി അദ്ദേഹം നടപ്പിലാക്കിയ കാര്യങ്ങൾക്കും ഒപ്പം ക്ലബിന്റെ ഭാവിക്കായി അദ്ദേഹം സ്ഥാപിച്ച അടിത്തറയ്ക്കും ഞാനെന്നും അദ്ദേഹത്തോട് നന്ദിയുള്ളവനാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇവാൻ വുക്കമനോവിച്ച് എന്നും ബ്ലാസ്റ്റേഴ്സ് കുടുംബത്തിലെ അവിഭാജ്യ അംഗമായിരിക്കും. അദ്ദേഹത്തിന്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ക്ലബ് നേർന്നു.
കോച്ച് ഇവാനും ഫ്രാങ്കിനും ഇക്കാലയളവിലെ അവരുടെ പരിശ്രമത്തിനും അർപ്പണബോധത്തിനും കഠിനാധ്വാനത്തിനും ക്ലബ് നന്ദി അറിയിച്ചു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാഴ്ചപ്പാടുകൾക്കും ലക്ഷ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു പുതിയ പരിശീലകനെ നിയമിക്കുന്നതിനുള്ള നടപടികൾ ക്ലബ് ഉടൻ ആരംഭിക്കുകയും ചെയ്യും.